2 പാവക്ക എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 3 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 2 സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് നല്ലോണം തിരുമ്പിയിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. തിരുമ്പി ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിക്കാം. പാവക്ക അടുപ്പിൽ വെച്ച് വേവിക്കാം. നമ്മുടെ പാവക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വറവിട്ട് കൊടുക്കാം. പാവക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, കറിവേപ്പിലയും മുളകും നമുക്ക് പാവക്കയിലോട്ട് ഒഴിക്കാം. ഒട്ടും കയ്പില്ലാതെ നമ്മുടെ പാവക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. തരി കയ്പില്ലാതെ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു പാവക്കക്കറി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.